മിനി ഹാൾ ഉദ്ഘാടനം ചെയ്തു. തഴവ തെക്കുമുറിമേക്ക് 329 നമ്പർ NSS കരയോഗത്തിലാണ് മിനി ഹാൾ ഉദ്ഘാടനം ചെയ്തത്. കുടുംബസംഗമം, പഠനോപകരണ വിതരണം, ചികിത്സാ സഹായ വിതരണം, അനുമോദനം എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. തഴവ തെക്കുമുറിമേക്ക് 329 നമ്പർ NSS കരയോഗത്തിന്റെയും 640 നമ്പർ വനിതാ സമാജത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മിനി ഹാൾ ഉദ്ഘാടനം ചെയ്തത്. കുടുംബസംഗമം, ആദരവ്, അനുമോദനം, ചികിത്സാ സഹായ വിതരണം, എൻഡോമെന്റ് വിതരണം, പഠനോപകരണ വിതരണം എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി. NSS ട്രഷററും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള ഉദ്ഘാടനവും ആദരിക്കലും അനുമോദനവും നിർവഹിച്ചു. പിന്നെ ഇതേപോലെ പല കരയോഗങ്ങളിലും വരുമ്പോൾ ഇതേപോലുള്ള ഓടിക്കൊള്ളുകയാണ്. അത് എന്നെക്കൊണ്ട് എന്താ അത് ഒഴിവാക്കിയുള്ള ചികിത്സ പറ്റുമോ? പറ്റില്ല. കൂടുതൽ നിൽക്കരുതെന്ന് പറഞ്ഞു. ഇന്നലെ ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ ഈ യോഗത്തിൽ. അദ്ദേഹം ഇന്ന് രാവിലെ ഫോണിൽ വിളിച്ചു ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറയാൻ, എൻ്റെ അസുഖത്തെ ചോദിക്കാനൊക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ് ഇടയ്ക്ക് ഇരുന്നു കൂടായിരുന്നു. 101 മിനിറ്റ് സംസാരിച്ചല്ലോ. 101 മിനിറ്റ് അത്ര കൂടാ. അപ്പൊ ഞാൻ മാത്രമേ സംസാരിച്ചുള്ളൂ. അതെന്ത് യോഗമാണ്? നമ്മുടെ താലൂക്കിലെ എല്ലാ കരയോഗം പ്രസിഡന്റ് V ശശിധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി S രമേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. CR മഹേഷ് MLA പരിപാടിയിൽ ആദരിച്ചു. കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട തഴവ വില്ലേജ് ഓഫീസർ R ജയചന്ദ്രനെയും ചടങ്ങിൽ ആദരിച്ചു. CR മഹേഷ് MLA ക്യാഷ് അവാർഡ് വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും പഠനോപകരണ വിതരണവും നിർവഹിച്ചു. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി അരുൺ G നായർ, യൂണിയൻ പ്രതിനിധി കൈതവനത്തറ ശങ്കരൻകുട്ടി, കരയോഗം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS വിനോദ്, R മോഹനൻപിള്ള, C ജയചന്ദ്രൻ, K രുക്മിണിയമ്മ, S രാധാമണിയമ്മ എന്നിവർ പങ്കെടുത്തു. മാത്രമല്ല നമ്മുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSSന്റെ സംസ്ഥാന ട്രഷററും നമ്മുടെ ഈ മേഖലയിൽ NSSന്റെ പൂർവ്വമായി അയ്യപ്പൻപിള്ളയുടെ കയ്യിൽ നിന്നും നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ എൻ്റെ സ്വന്തം കരയോഗത്തിൽ നിന്നും ഒരു സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങിയതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരി ഇവിടെ സ്വാഗതം ആശംസിച്ച രമേശ് ചേട്ടൻ ഒരു സമാരോപണം നടത്തിയിരുന്നു. സത്യത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഞാൻ ഈ ഒരു കുടുംബത്തിലെ അംഗമാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഈ ഒരു രീതിയിലുള്ള സമാരോപണം എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിലല്ല നിൽക്കുന്നത്. ഈ കുടുംബത്തിലെ അംഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും എനിക്ക് ഇവിടെ എത്താൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിൽ ആത്മാർത്ഥയോടുകൂടി വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സുഫല നിമിഷമാണ് ഇന്നിവിടെ സാഫല്യമായിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച ഇവിടുത്തെ വനിതാ അംഗങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഭാരവാഹികളും വളരെയധികം കഷ്ടപ്പാടോടുകൂടിയാണ് ഇന്ന് ഈ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് GWS നടപ്പിലാക്കിയിട്ട് ഞാൻ ഈ വിദ്യാഭ്യാസം വന്നിട്ട് 4 വർഷം പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ ഈ തഴവ പഞ്ചായത്ത് തഴവ വില്ലേജിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ GWS കൊടുക്കാൻ കഴിയുന്നത് ഒരാൾക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരേ ഒരു വ്യക്തിക്കാണ്. കാരണം നിയമം നടപ്പിലാക്കിയെങ്കിൽ അതിൽ കൊണ്ടുവച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞിരിക്കുന്നത് വീട് നിൽക്കുന്ന സ്ഥലം 200 സ്ക്വയർ യാർഡിൽ കൂടരുത്. അടുത്ത ഒരു മാനദണ്ഡം പറഞ്ഞിരിക്കുന്നത് എന്താ? കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തഴവ.